ഒരു സംഭവമാണ് മെമ്മറി പവർ ഇല്ല എന്നുള്ളത് അല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഐ കാൻ റിമെമ്പർ, അല്ലെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ എനിക്കെന്തോ എൻ്റെ ബ്രെയിനിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക നമ്മൾക്ക് എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആവുന്നു. ഞാൻ എല്ലാം പഠിച്ചതാ, പക്ഷെ എക്സാം എഴുതാൻ തുടങ്ങിയപ്പോൾ മറന്നുപോയി അല്ലേ. റെഡി? അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഞാനൊക്കെ പറയാൻ എനിക്ക് ഡിമെൻഷ്യ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ മെമ്മറി പവർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പം മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജന്മനാ ജനിച്ചു വരുമ്പോൾ ഉള്ള പോലെ തന്നെ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ എത്ര ട്രൈ ചെയ്യാതാലും കൂടാതിരിക്കുക, അങ്ങനെയൊന്നും അല്ല മക്കളെ. എന്താണ് ഈ എക്സാമിൻ്റെ ഫുൾ മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന സംഭവം നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റുന്നുണ്ടോ, ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിൽ എഴുതിക്കൂടെ? അപ്പൊ ഫുൾ മാർക്ക് കിട്ടൂലേ? യെസ്. അപ്പൊ അതാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ നമുക്ക് നമ്മുടെ മെമ്മറി പവർ കൂട്ടാം. അപ്പൊ ഈ ഒരു എന്താ പറയുക അക്കാഡമിക് ഇയറിന്റെ സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ ഒരു ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. കാരണം ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും പഠിച്ച് മാർക്ക് വാങ്ങാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എങ്ങാനും ക്ലിക്ക് ആയാലോ അല്ലെ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. യെസ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള എൻ്റെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും ഫുൾ മാർക്ക് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ചങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഇത് ഓർത്ത് വെച്ചോ, 6212345572 എന്ന് പറഞ്ഞ വലിയൊരു നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഞാൻ പെട്ടെന്ന് ഓർത്ത് വെച്ചിട്ട് അപ്പൊ തന്നെ ഈ സ്ലൈഡ് മാറ്റി ഞാൻ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവം തരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അപ്പൊ തന്നെ ഒരു സിഗ്നൽ ഇട്ടാണ്, ഓ ഇത് വലുതാണ്, ഇത് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കുക. 621 23 45 72. ഓക്കെ, ഇങ്ങനെ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, 4 എണ്ണാക്കി. അപ്പൊ ഇനി ഓർത്തൂടെ 621 23 45 72. ഓക്കെ, അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എവിടെ ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ വേർഡ്സ് ഓർത്ത് വെക്കാൻ മാത്രമല്ല നമ്മളുടെ കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾ എങ്ങനെ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സൂപ്പർ ബാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെയും ആദ്യം ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ വീണ്ടും സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് ഈസിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, നമ്മളെല്ലാവരും എന്താ പറയുക ചെറുതാവുന്ന സമയത്ത്, നിങ്ങളൊക്കെ കുഞ്ഞാകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ട്, എന്താ മുറിച്ചിട്ട് തരും. അപ്പൊ നമ്മൾ ഈ 2 ദോശയോ 3 ദോശയോ ഒന്നും കഴിക്കുന്നത് നമ്മൾ അറിയത്തോലും ഇല്ല അല്ലെ, അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അതേപോലെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും കുഞ്ഞാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒറ്റയടിക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലും കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ഫസ്റ്റ് ടെക്നിക്ക്. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണക്റ്റിംഗ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സോഷ്യലിലെ എന്താ പറയുക യൂറോപ്യൻ കൺട്രീസിനെ പറ്റിയിട്ടുള്ള ഒരു ഹിസ്റ്ററി പഠിക്കുക എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അതിൻ്റെ മാപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ആ മാപ്പിന് ചുറ്റും നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ അടുത്ത് ഏത് കൺട്രിയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫാക്റ്റുകളൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനെ പറ്റി ആ ഒരു വെറുതെ എന്തെങ്കിലും വായിച്ച് പഠിക്കുകയല്ലാതെ ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഓർത്തിരിക്കും. അതായത് ഇപ്പൊ അതിൽ എന്തെങ്കിലും ഒരു വാർ പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോഷ്യൽ എന്തെങ്കിലും ഒരു വാർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന കൺട്രീൻ്റെ അടുത്താണ് ഇന്ന കൺട്രി, ഇതിന്റെ നെയ്ബറിങ് കൺട്രിയാണ് ഇത്, അതിന്റെ അപ്പുറത്താണ് ഇത് എന്ന് നമുക്ക് മാപ്പ് അറിയുമെന്നുണ്ടെങ്കിൽ ആ കഥ കുറച്ചും കൂടി അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണക്റ്റിംഗ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രാഫിക് ഓർഗനൈസേഴ്സ്. നമ്മുടെ ബ്രെയിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ചെയ്യാം, ഫ്ലോ ചാർട്ട് ചെയ്യാം, സൈക്കിൾ പോലെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കണ്ണിനൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വിഷ്വലൈസേഷൻ. അപ്പം നിങ്ങൾ വാട്ടർ സൈക്കിൾ പഠിക്കുക എന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ മൈൻഡിൽ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ക്ലൗഡ് അല്ലെ, ഒരു ക്ലൗഡ് അവിടെ ഉണ്ട്, എന്നിട്ട് അതെന്താണ്, പിക്ചർ ഇറ്റ് ഗ്രോയിങ്, നൗ സീ ആൻഡ് ഫീൽ ഇറ്റ്സ് ഹെവി കോൾഡ് റെയിൻ. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കോൾഡ് റെയിൻ ആണ് വരുന്നത്. സീ ദ റെയിൻ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് അല്ലെ, ആ ഒരു മഴ ഇങ്ങനെ താഴെ നമ്മൾ നിലത്ത് വന്ന് പതിക്കുന്നു. ദെൻ ഫ്ലോയിങ് ടുവേർഡ്സ് സ്ട്രീം, അതിങ്ങനെ പതുക്കെ പതുക്കെ ഒഴുകി 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 അരുവിയുടെ അടുത്തെത്തി. അരുവിയുടെ അടുത്തെത്തുമ്പോൾ അവിടുന്ന് എന്തായി, പതുക്കെ പതുക്കെ നമ്മളെ ചൂട്, സണ്ണിന്റെ ചൂട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ആ ചൂട് വരുന്ന സമയത്ത് അരുവിയിൽ നിന്ന് എന്ത് ചെയ്യും, പതുക്കെ അത് ആവിയായിട്ട് മേലോട്ടേക്ക് പോകും. എന്നിട്ട് വീണ്ടും അത് എന്താവും, ക്ലൗഡ് ആവും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ വെറുതെ ഇത് വായിച്ച് നമ്മൾ വാട്ടർ സൈക്കിൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ഒരു സിനിമയുടെ കഥ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് പറയില്ലേ, അതെന്തുകൊണ്ടാ, നമ്മളത് വിഷ്വലൈസ് ചെയ്ത സംഭവമാണ് അല്ലെ. റെഡി? അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ, നമ്മളൊരു സ്റ്റോറി ബുക്ക്, ഫിക്ഷൻ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്ത് വെക്കാൻ പറ്റും. അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ഓരോ വേർഡിനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈച്ച് വേർഡ് ഓർ ഇവന്റ് വിത്ത് എ പേഴ്സൺ, നിങ്ങൾക്ക് അറിയുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മയുള്ള ഒരു സാധനം, ഒരു ഫീലിംഗ്, ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കൂടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നൊന്നെന്ന് പറയുന്നത് റീകോൾ ചെയ്യുക. നമ്മൾ കുറേ തവണ റീകോൾ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സംഭവം നമ്മുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ട് എന്താവും, ഓർമ്മയിൽ നിൽക്കും. അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ഓക്കെ, പലതവണ ഓർത്തെടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ഓർത്തെടുക്കാം, ചുമ്മാ പറഞ്ഞു നോക്കി ഓർത്തെടുക്കാം. പിന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഫ്രണ്ട്സിനെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പെൻഡിങ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക, ആ ബുക്ക് സൈഡിൽ വെച്ചിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്കും എന്തെങ്കിലും മറന്നു പോയാലും നമ്മൾ ആ ബുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി നമ്മൾ ആ ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുക്കൂലേ, ആ കഷ്ടപ്പെടൽ നമുക്കും ഒരു എന്താണ്, ബെനിഫിറ്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിങ്. ഇപ്പൊ നിങ്ങളൊരു സംഭവം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു സ്റ്റോറി പോലെ പറയാം. ഓക്കെ, ഇപ്പൊ മിസ്സൊക്കെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചില കോഡ്സ് ഒക്കെ പറഞ്ഞു തരാറില്ലേ, അപ്പൊ നമ്മളിങ്ങനെ ചില സ്റ്റോറി, ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പറഞ്ഞു തരാറില്ലേ, ഫോട്ടോസിന്തസിസ് പറയുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ജീനിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊരു കഥ പോലെ പറയാറില്ലേ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ, അത് കുറച്ചും കൂടി നമ്മളുടെ മൈൻഡിലേക്ക് കയറുന്നുണ്ട് അല്ലെ. യെസ്, അതാണ് സ്റ്റോറി ടെല്ലിങ്. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അങ്ങനെ കഥകൾ ഉണ്ടാക്കാം. ഓക്കെ, പല കോൺസെപ്റ്റുകളെയും നമുക്ക് അങ്ങനെ കഥകളാക്കാം. പിന്നെ നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും എൻഗേജിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിളിലൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബ്രെയിൻ ഗെയിംസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഞാൻ ചെയ്ത് എനിക്ക് എഫക്റ്റ് ഉള്ള ഒരു സംഭവം. കാരണം എനിക്ക് ഭയങ്കര ഓർമ്മക്കുറവായിരുന്നു, പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് പഠിച്ചത് മറന്നുപോകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഞാൻ ട്രൈ ഔട്ട് ചെയ്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കൂടുതലും അത് തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും എൻ്റെ മക്കൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ ഈ ഒരു വർഷം എല്ലാ എക്സാമിനും. ഓക്കെ, അപ്പോൾ എല്ലാവരും മിസ്സിന് വേണ്ടിയിട്ട് ഒരു ഹാർട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഒറ്റ ഹാർട്ടേ ചോദിച്ചോളൂ. ഓക്കെ, റെഡി? അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബൈ.